ഒരാളെയും എന്നും ദൈവം ഒരുപോലെ കഷ്ടപ്പെടുത്തില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വിഷുഫലം. ഈ വിഷുവിന് 18 നക്ഷത്ര ജാതകർക്ക് ധനയോഗം വന്നു തുടങ്ങി. ഇവരുടെ സങ്കടങ്ങൾ മാറുകയാണ്. ഇവരുടെ ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുകയാണ്. സകലമാന സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ദൈവമായി ഒരു വഴി തെളിയിക്കുകയാണ്. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്നു. ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ആരൊക്കെയാണ് ആ നക്ഷത്ര ജാതകർ? അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ധനനേട്ടങ്ങളാണ് വന്നു ചേരുന്നത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിക്ക് പ്രത്യേക പൂജ ചെയ്ത് ശർക്കരപ്പായസം നേദിച്ച് പ്രാർത്ഥന നടത്തും, പൂജ ചെയ്യും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. 2026 വിഷുഫലത്തിൽ 18 നക്ഷത്ര ജാതകർക്ക് ധനയോഗം വന്നു തുടങ്ങി. ഒരുപക്ഷെ ഇവർക്ക് ഒരു ലോട്ടറിയിലൂടെയാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനെ ഒരുപാട് ധനം വന്നു ചേരുന്ന സമയം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന, എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങൾ മാറി രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ പാൽപ്പായസം നടത്തി പ്രാർത്ഥന നടത്തുക. രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണിക്കും ഇത് ധനനേട്ടത്തിൻ്റെ സമയമാണ്. ദുരിത ദുഃഖങ്ങൾ ഒഴിയുന്നു. വിദേശ യോഗം കാണുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു സമയം ഇവർക്ക് കഴിയും. വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയം കൂടിയാണ്. ഞാനീ പറയുന്നത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലമറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. 18 നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക. കാർത്തികയുടെ ദുരിത ദുഃഖങ്ങൾ ഒഴിയാൻ പോവുകയാണ്. ഇനി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെണ്ണ നേദിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും. അടുത്ത നക്ഷത്രം മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നു. ധനനേട്ടം ഒരു ലോട്ടറിയിലൂടെയാകാം, അല്ലെങ്കിൽ വിദേശത്തൊരു ജോലി കിട്ടുന്നതിലൂടെയാകാം. ഏതായാലും നല്ല നാളുകളാണ് വരാനിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരയ്ക്കും ഇത് ഭാഗ്യം ഇരട്ടിക്കുന്ന സമയമാണ്. ഇരട്ട രാജയോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? തിരുവാതിരയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധാര, പിൻവിളക്ക്, കൂവളമാല ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്നു. ധനനേട്ടത്തിൻ്റെ സമയം. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. അടുത്ത നക്ഷത്രം 7ാമത്തെ നക്ഷത്രം പൂയൻ നക്ഷത്രമാണ്. ഇവർക്കും സമൃദ്ധിയാണ്, സന്തോഷമാണ്. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും.
ഒരു വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ ഒക്കെ യോഗം കാണുന്നു. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും. എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. സർപ്പക്കാവിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. യഥാശക്തി വഴിപാടുകൾ നടത്തുക. ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം മകമാണ്. മകത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. പ്രതിസന്ധികൾ അകലുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നു. ഒരുപാട് കാലങ്ങളായി കാത്തിരുന്ന ധനം വന്നു ചേരുന്നു. വസ്തു വാങ്ങാൻ, വീട് വയ്ക്കാൻ, വിദേശത്ത് പോകാൻ ഒക്കെ അനുകൂലമായ സമയമാണ്. മകം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം 10ാമത്തെ നക്ഷത്രം. നമ്മളൊക്കെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച, ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രം. അത് മറ്റാരുമല്ല, അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതകർക്ക് കഥ മാറുകയാണ്. ഇനി ഇവർക്ക് ധനയോഗവും രാജയോഗവും ഒന്നിച്ചു വരും. പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും. അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസം നടത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം 11ാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു. പ്രതിസന്ധികൾ അകലുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ചോതിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. 12ാമത്തെ നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ദുരിത ദുഃഖങ്ങൾ ഒഴിയുന്നു. ധനം ധാരാളം വന്നു ചേരുന്നു. കാലങ്ങളായി കാത്തിരുന്ന ഒരു നല്ല കാര്യം ഇവർക്ക് നടന്നു കിട്ടുന്നു. വിശാഖത്തിൻ്റെ ഭാഗ്യനാളാണ് ഇനി. വിഷു ഇവരെ കോടീശ്വര യോഗത്തിൽ കൊണ്ടെത്തിക്കും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കും ഭാഗ്യമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലത്തിനും ഇത് സമൃദ്ധിയുടെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മൂലം രക്ഷപ്പെടുക തന്നെ ചെയ്യും. സമൃദ്ധിയും സന്തോഷവും മൂലത്തിന് വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലമായി കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു. എന്നാൽ ആ കഷ്ടപ്പാടുകളും ആ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. സമൃദ്ധിയിലേക്ക് ഇവർ കടക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും പൂരാടത്തിന് മാറിക്കിട്ടാൻ പോവുകയാണ്. പൂരാടം രക്ഷപ്പെടുക തന്നെ ചെയ്യും. 16ാമത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണത്തിനും ഇത് ഭാഗ്യമാണ്. തിരുവോണം നക്ഷത്ര ജാതകരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയുന്നു. കടങ്ങളൊക്കെ മാറുന്നു. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ലാഭം വന്നു ചേരുന്ന സമയം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ, പുതിയ വാഹനം വാങ്ങാൻ, പുതിയ വസ്തുവകകൾ വാങ്ങാൻ ഇതിനൊക്കെ യോഗം കാണുന്നു. തിരുവോണം രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയത്തിനും ഇത് സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെയും സമയമാണ്. ദുരിത ദുഃഖങ്ങൾ ഒഴിയുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നു. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. 18ാമത്തെ നക്ഷത്രം. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, കഴിഞ്ഞ 4 വർഷക്കാലമായി ദുരിത ദുഃഖങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരു നക്ഷത്രം. അത് മറ്റാരുമല്ല, രേവതി നക്ഷത്രമാണ്. രേവതിയുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരുന്നു. പ്രതിസന്ധികൾ അവസാനിക്കുന്നു. ആഗ്രഹങ്ങൾ സഫലമാകുന്നു. രേവതിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. കാളഹസ്തിയിലും തിരുപ്പതിയിലുമൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഞാനീ പറഞ്ഞതൊക്കെ പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.